നമസ്കാരം. പ്രധാന വാർത്തകൾ. കോടനാട് ആനക്കൂട്ടിൽ ചരിഞ്ഞ കാട്ടുകൊമ്പന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. രാത്രി 10:30 സംസ്കാരം ഉൾപ്പെടെ പൂർത്തിയായത്. പോസ്റ്റ്മോർട്ടത്തിന് നിയോഗിച്ച ഡോക്ടർമാർ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. ആനയുടെ ജഡം ആനയെ പാർപ്പിച്ചിരുന്ന കൂടിന് സമീപം തന്നെ സംസ്കരിച്ചു. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം പുറത്തുവന്ന ശേഷം വിശദമായ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചു. മസ്തകത്തിന് പരിക്കേറ്റ് അതിരപ്പള്ളിയിൽ നിന്നും കോടനാട് അഭയാരണ്യത്തിലെത്തിച്ച കൊമ്പൻ ഇന്ന് ഉച്ചയോടെയാണ് ചരിഞ്ഞത്. അമിത വേഗത്തിൽ ദിശ തെറ്റിയെത്തി. കാർ ബൈക്കിലും പിന്നെ പിക്കപ്പ് വാനിലും ഇടിച്ചു. 2 പേർക്ക് പരിക്ക്. തിരുവനന്തപുരം കല്ലറ കുറ്റിമുട്ടിലാണ് സംഭവം. ബൈക്കിൽ സഞ്ചരിച്ചിരുന്നവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. അപകടത്തിന് പിന്നാലെ കാറിലുണ്ടായിരുന്നവർ ഇറങ്ങി ഓടി. കാറിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെടുത്തു. വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്തു. സാറ്റലൈറ്റ് ഫോണുമായി കോട്ടയത്ത് ഇസ്രയേലി സ്വദേശി പിടിയിൽ. അനുമതിയില്ലാതെ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചതിന് ഇസ്രയേൽ സ്വദേശി പിടിയിൽ. ഇസ്രയേൽ സ്വദേശിയായ ഡേവിഡ് എലീസിസ് ബോണയാണ് മുണ്ടക്കയം പോലീസ് പിടികൂടിയത്. കുമരകത്തെത്തിയ ഇയാൾ അവിടെ നിന്ന് തേക്കടിയിലേക്ക് പോകുന്ന വഴിയാണ് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചത്. ഇന്റലിജൻസ് വിഭാഗം മുഖേന പോലീസിന് ഈ വിവരം ലഭിച്ചു. തുടർന്ന് ഇയാളെ മുണ്ടക്കയത്ത് വെച്ച് പിടികൂടുകയായിരുന്നു. ഇന്റലിജൻസും NIA-യും പോലീസും ഇയാളെ ചോദ്യം ചെയ്തു. സാറ്റലൈറ്റ് ഫോൺ പിടിച്ചെടുത്ത മറ്റ് നിയമ നടപടികൾക്ക് ശേഷം സ്വന്തം ജാമ്യത്തിൽ വിട്ടു. ഇന്ത്യൻ വയർലെസ് ടെലഗ്രാഫി ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. സ്കൂട്ടറും മിനിലോറിയും കൂട്ടിയിടിച്ച അപകടം. നഴ്സിന് ദാരുണാന്ത്യം. അമ്മയ്ക്ക് ഗുരുതര പരിക്ക്. ലായക്കാട് ബൈപ്പാസ് റോഡിലായിരുന്നു അപകടം. തുരുത്തി യുദാപുരം കുന്നുംപുറത്ത് വീട്ടിൽ ലാലിമോൻ ആന്റണിയുടെ മകൻ ബിനു ലാലിമോനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന അമ്മ ജിജിയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുന്ന ലിനു 2 ദിവസത്തെ അവധിക്കെത്തിയതാണ്. അമ്മയുമായി മാന്നാറിലുള്ള ആയുർവേദ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ചുമായി മഹിളാ കോൺഗ്രസ്. തടഞ്ഞ് പോലീസ്. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് മഹിളാ കോൺഗ്രസിന്റെ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മഹിളാ കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. വനിതാ കോളേജിന്റെ സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ പിന്മാറാതെ വന്നതോടെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നാലെ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നും ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം.